കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സംഭവബഹുലമായ ഒരു വർഷത്തിന് തിരശ്ശീല വീഴുകയാണ്. 2024 കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നിർണായകമായ ചില മുന്നറിയിപ്പുകൾ, ചില തിരിച്ചറിവുകൾ നൽകിയ വർഷമാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവരുടെ ഒപ്പം ആരൊക്കെ നിൽക്കും, ആരൊക്കെ നിൽക്കില്ല എന്ന് ക്രൈസ്തവർ തിരിച്ചറിഞ്ഞ ആ ഒരു വർഷമാണ് 2024. ഒപ്പം തന്നെ ക്രൈസ്തവ സമുദായത്തിന് നേരെ വരുന്ന അവഹേളനങ്ങൾക്കെതിരെ പ്രതികരിച്ചാൽ അതിനെ വർഗീയ ചുവയോടെ കാണുന്ന, അതിനെ വർഗീയവൽക്കരിക്കുന്ന മാധ്യമങ്ങളെയും രാഷ്ട്രീയക്കാരെയും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞ വർഷമാണ് 2024. ഒറ്റപ്പെട്ടത് എന്ന ഓമനപ്പേരിൽ ചില മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒക്കെ വിശേഷിപ്പിക്കുന്ന ഈ ക്രൈസ്തവ അവഹേളനങ്ങൾ എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ഉത്തരവാദികൾ ആരാണ്? ക്രൈസ്തവ സമുദായം തിരിച്ചറിയേണ്ട നിർണായകമായ ചില സൂചനകൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി അരുൺ. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നു? അതിനൊരു പശ്ചാത്തലമായിട്ട് 2024 കേരളത്തിലെ ക്രൈസ്തവ സമുദായം നേരിട്ട ചില വെല്ലുവിളികൾ, അവഹേളനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റി ഒരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ പ്രേക്ഷകർക്ക് നമുക്ക് കൊടുക്കാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ ഒറ്റപ്പെട്ടത് എന്ന് വിശേഷിപ്പിക്കുന്ന സംഭവം നമുക്കറിയാം. അങ്ങനെ വിശേഷിപ്പിച്ച് കഴിഞ്ഞാൽ ആ വാക്കിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് നേരെയുള്ള അവഹേളനങ്ങളുടെ ഒരു പോക്ക്. 2024 ജനുവരി മാസത്തിൽ തന്നെ മന്ത്രി സജി ചെറിയാൻ കേരളത്തിലെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു ക്രിസ്മസ് സൽക്കാരത്തിൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ട് അതിനീചമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപം ചൊരിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വീഞ്ഞ്, കേക്ക് അല്ലെങ്കിൽ രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ചില വാക്കുകൾ അദ്ദേഹം പിന്നീട് പിൻവലിക്കുകയുണ്ടായി. പിന്നീട് ഫെബ്രുവരി മാസത്തിലേക്ക് വരുമ്പോൾ ഈ പൂഞ്ഞാർ പള്ളിയിൽ ഫാദർ ജോസഫ് ആറ്റുചാലിനെ, ആ പള്ളിമുറ്റത്ത് നിന്ന് ആ ഒരു വൈദികനെ കാറിടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് നൽകുന്നുണ്ട്. ആ ഒരു വിഷയത്തിൽ ആരൊക്കെ കേരളത്തിലെ ക്രൈസ്തവർക്കൊപ്പം നിന്നു എന്നത് അവർ തിരിച്ചറിഞ്ഞതാണ്. പിന്നീട് ഏപ്രിൽ മാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ പ്രണയക്കണിക്കെതിരെ, ലഹരിക്കണിക്കെതിരെ കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്ന ആ ഒരു സിനിമ ഇടുക്കി രൂപത പ്രദർശിപ്പിക്കുകയുണ്ടായി. ഇടുക്കി രൂപതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വരുന്നു. തുടർന്നുള്ള പ്രതികരണങ്ങളും നാം കണ്ടതാണ്. പിന്നീട് മെയ് മാസം നമുക്കറിയാം ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് വരുന്നു. അത് ക്രൈസ്തവരുടെ ഒരു വിജയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുന്നതിൽ കേരളത്തിലെ ക്രൈസ്തവരുടെ, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ക്രൈസ്തവരുടെ വോട്ട് നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് ജൂലൈ മാസത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ചരിത്രത്തിൽ നാം കാണാത്ത രീതിയിലുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഒരു സമരം അരങ്ങേറിയത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും പൈങ്ങോട്ടൂരുമൊക്കെ നിസ്കാര സമരം, അതായത് ഒരു ക്രൈസ്തവ മാനേജ്മെന്റിന്റെ ഒരു സ്ഥാപനത്തിൽ നിസ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം. അതിനോട് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും എങ്ങനെ പ്രതികരിച്ചു എന്ന് നാം കണ്ടതാണ്. ചിലരുടെ കുറ്റകരമായിട്ടുള്ള ചില നിസ്സംഗത കണ്ടതാണ്. ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ചാണ് പല വിഷയങ്ങളും സംഭവിച്ചു. ഈസ്റ്റർ ദിനത്തിൽ ഉള്ള മൂല്യനിർണ്ണയ ക്യാമ്പുകൾ, ക്രിസ്മസ് ദിനത്തിൽ NSS ക്യാമ്പ്, ഞായറാഴ്ചകളിൽ പരീക്ഷകളും ഒക്കെ വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഒപ്പം കേരളത്തിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളെ ബാധിക്കുന്ന വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ESA വിഷയങ്ങൾ, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് സബ്മിറ്റ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. പിന്നീട് ആ 2024 വർഷം അതിന്റെ ഒരു പകുതി കഴിയുമ്പോൾ തീർച്ചയായും കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ടുണ്ടായ പല പ്രശ്നങ്ങൾ. അതിൽ വഖഫ് എന്ന് പോലും അത് വഖഫ് ഭൂമി അല്ല എന്ന് പറയാനുള്ള നട്ടല് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഇല്ലാതെ പോയി എന്ന് നമ്മൾ കൃത്യമായും നാം കണ്ടതാണ്. ഒപ്പം തന്നെ നമുക്കറിയാം ഈ ക്രിസ്മസ് കാലഘട്ടത്തിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ അതിനീചമായിട്ടുള്ള ചില ക്രൈസ്തവ അവഹേളനങ്ങൾ, അല്ലെങ്കിൽ കരോൾ ഗാനങ്ങളുടെ മറവിൽ, ക്രിസ്മസ് ആഘോഷങ്ങളുടെ മറവിൽ എത്തരത്തിലുള്ള ക്രൈസ്തവ അവഹേളനങ്ങൾ നടന്നു എന്ന് നാം കൃത്യമായി കണ്ടതാണ്. ഒപ്പം നമുക്കറിയാം പാരലായിട്ട് അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം, അതിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, മാധ്യമങ്ങൾ ആരോടൊപ്പം നിന്നു. ഒപ്പം അവിടെ ഈ യുദ്ധത്തിൽ പരിക്കേറ്റ മലയാളികളോട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും മാധ്യമങ്ങളും ഒക്കെ സ്വീകരിച്ച മനോഭാവം നമുക്കറിയാം. ഒപ്പം ഈ തേക്കടിയിൽ നമുക്കറിയാം ഇസ്രായേൽ ടൂറിസ്റ്റുകളെ അപമാനിക്കുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷങ്ങൾ. ഒപ്പം തന്നെ നമുക്കറിയാം ഈ ബംഗ്ലാദേശിൽ നടന്ന ആ ഒരു ഹൈന്ദവ ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ ഇവർ ആരോടൊപ്പം നിന്നു എന്നൊരു കാര്യം നാം കണ്ടതാണ്. ഇതുപോലെ ചെറുതും വലുതുമായ നിരവധി അവഹേളനങ്ങളിലൂടെ, നിരവധി പ്രതിസന്ധികളിലൂടെ കേരളത്തിലെ ക്രൈസ്തവ സമുദായം
കടന്നുപോയി. ഒപ്പം തന്നെ സിനിമകളിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ അവഹേളനം, ഈ കാതൽ പോലുള്ള സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് കൊടുക്കുന്ന സ്ഥിതിവിശേഷം, ഒപ്പം തന്നെ ബൊഗൈൻവില്ല സിനിമ, ആ പാട്ടിലൂടെ നടന്ന ക്രൈസ്തവ അവഹേളനം, നിരവധി സിനിമകളിലൂടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ അവഹേളനം. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ക്രൈസ്തവർക്ക് നേരെ ഒരു കുതിരകയറ്റം പല ഭാഗങ്ങളിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, അത് കലയിലൂടെ ആയിക്കോട്ടെ, മാധ്യമങ്ങളിലൂടെ ആയിക്കോട്ടെ, മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലകളിലൂടെ ആയിക്കോട്ടെ, ചില നയപരമായിട്ടുള്ള മേഖലകളിലൂടെ ആയിക്കോട്ടെ, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തോത്, അതിൻ്റെ ഒരു ഫ്രീക്വൻസി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, പലപ്പോഴും ഈ വിഷയങ്ങളിൽ നാം കാണുന്ന കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. അതായത് ഈ കുറ്റം ചെയ്യുന്നവർ ആ ഒരു വിവാദത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അറിവില്ലാത്തവരായി മാറുന്നു, അല്ലെങ്കിൽ ആ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് എന്ന രീതിയിലുള്ള ചിത്രീകരണം. പക്ഷേ അതിനെതിരെ നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ പ്രതികരിക്കുന്ന ക്രൈസ്തവർ വർഗീയവാദികളായി മാറുന്നു, അല്ലെങ്കിൽ കൃസംഖ്യകളായി മാറുന്നു. അത് ഏത് വിഷയം എടുത്ത് പരിശോധിച്ചാലും ഈ ഒരു പാറ്റേൺ നമുക്കവിടെ ദൃശ്യമാണ്. ആര് ആർക്കൊപ്പം എപ്പോൾ എവിടെ നിൽക്കുമെന്നും നമ്മൾ കഴിഞ്ഞ വർഷം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് ജോജി, നമ്മൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് മാത്രം കാര്യമില്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് തുടക്കത്തിൽ ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചത്. എവിടെയാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് ഒരു പഴിച്ച? നമുക്കതിനെ രണ്ട് ആസ്പെക്റ്റിൽ ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്വയം വിമർശനപരമായിട്ടുള്ളൊരു ആസ്പെക്റ്റ്, ഒപ്പം തന്നെ എന്തുകൊണ്ട് പുറമേ നിന്നും ഇത്തരം ചില അറ്റാക്കുകൾ വരുന്നു, പ്രത്യേകിച്ച് ഈ തീവ്ര ഇസ്ലാമികവാദികൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്തുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഒരു അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നു? ഇവിടെ നമ്മൾ ഈ ക്രൈസ്തവ വിശ്വാസം അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായം, ക്രൈസ്തവ സമൂഹം ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ലോകമെമ്പാടും നമ്മൾ കാണുന്നുണ്ട് ശരിക്കും ക്രൈസ്തവ വിശ്വാസം, ക്രൈസ്തവ വിശ്വാസികൾ യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന, അവമാനിക്കപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ വളരെ വേദനാജനകമായ അവസ്ഥകൾ കടന്നു പോകുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. അത് വളരെ മസ്റ്റായ കാര്യമാണിത്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മൾ ഈ കേരളത്തിലെ കോണ്ടസ്റ്റ് നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമുണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പം പിന്നെ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തെ എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവർ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. ഇനി ഈ കേരളത്തിലെ ഈ ഒരു സംസ്ഥാനത്തിൽ എന്താ പറയുക, ഒരു 3, 4, 5 ജില്ലകൾ ഒഴികെ ബാക്കിയുള്ള ജില്ലകളിലെല്ലാം 10% കൂടുതലുണ്ട് ക്രൈസ്തവർ ശരിക്കും. അത് പറയുകയാണെങ്കിൽ എറണാകുളം, ഇടുക്കി, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ തന്നെ കോട്ടയം, ഇത്തരം ജില്ലകൾ, അല്ല തൃശ്ശൂർ, ഇവിടെയൊക്കെ നല്ല കാര്യമായ നല്ല ഷെയർ ഉണ്ട് ശരിക്കും അവർക്ക്. അപ്പം നല്ല ഒരു കാര്യമായ സ്വാധീന ശക്തി ചെലുത്താൻ പറ്റുന്ന അവസ്ഥയിലാണ് ക്രൈസ്തവരുള്ളത്. ഇനി നമ്മൾ കാസർഗോഡിൻ്റെയോ അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെയോ കോഴിക്കോടിൻ്റെയോ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് കുറവാണ് ശരിക്കും. അപ്പോൾ ഇത്രമാത്രം ഒരു സ്വാധീനമുള്ള ജനവിഭാഗം. അത് തന്നെയല്ല മനസ്സിലാക്കണം ജോർജ്, ഈ ഒരു AD 50കളിൽ കേരളത്തിലെ ഈ ഒരു ക്രൈസ്തവ വിശ്വാസം വന്നതിന് ശേഷം മനസ്സിലാക്കണം, എല്ലാ മേഖലകളിലും കാര്യമായ സംഭാവന ചെയ്ത, അല്ലെങ്കിൽ എപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള ഉദ്ധാരണത്തിന് വേണ്ടി, അതിപ്പോൾ എന്താ പറയുക, സാമൂഹ്യ സേവനം ആയിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, സൊസൈറ്റിയുടെ മറ്റുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതെല്ലാ മേഖലകളിലും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സംസ്കാരം തന്നെ രൂപപ്പെടുന്നതിൽ ഗണ്യമായ പങ്ക് വഹിച്ച, എന്നും കേരളത്തിൻ്റെ ആ ഒരു ആത്മാവിനോട് ചേർന്ന് നിന്ന് പോയ ക്രൈസ്തവർ ഈ ഞാൻ പറയുന്ന ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഒരു കാരണവുമില്ലാതെ എന്താ പറയുക, അവർ ആക്രമിക്കപ്പെടുകയാണ് ശരിക്കും. അല്ലെങ്കിൽ അവരെ ശരിക്കും എന്താ പറയുക, അവരെ ഇകഴ്ത്തി കാണിക്കുകയാണ്, അവരെ എന്നാ പറയുക, അവരെ പുറത്തുള്ളവരായിട്ട് അവരെ മുദ്ര കുത്തുകയാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഉണ്ടാകുന്ന പിന്നെ പ്രശ്നങ്ങൾക്കെതിരെ, സ്വാഭാവികമായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്കെതിരെ ഒന്നും പ്രതികരിക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പം ഞാൻ പറയും, ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ശരിക്കും എന്താ പറയുക, ഒരു വലിയ ഭീഷണി നേരിടുന്ന അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് ശരിക്കും. ഇതിൻ്റെ കാരണങ്ങൾ പോലെ പറയുകയാണെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് ശരിയാണ്. ഈയിടെ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന ചില ഈ ചർച്ചകളിൽ പറഞ്ഞു കേട്ടു, ക്രൈസ്തവ സമുദായത്തിൻ്റെ പ്രശ്നം അവിടെ മക്കളില്ല, അവർക്ക് ജനസംഖ്യയില്ല, അവർക്ക് സാമ്പത്തികമില്ല, അവിടെ നിന്ന് ഇവിടെ ഉള്ള എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ്. അത് ശരിയല്ല, സംഭവം ശരിയാണ്, കറക്റ്റാണത്. അപ്പം മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ ക്രൈസ്തവ സമുദായം തുറന്നു സമ്മതിക്കുന്നത് നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, പറഞ്ഞ് നമ്മൾ ഉറങ്ങിപ്പോയ വർഷങ്ങളുണ്ട്. അവിടെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, വലിയ വില കൊടുക്കണം മനസ്സിലാക്കണം. അവിടെ മെയിനായിട്ട് മറ്റു കാര്യം പറഞ്ഞാൽ ജോർജി, ഈ നമ്മൾ മനസ്സിലാക്കണം, മറ്റുള്ള മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക അവസ്ഥയോ, നമ്മുടെ സാമ്പത്തിക അവസ്ഥയോ, നമ്മുടെ വിദ്യാഭ്യാസ അവസ്ഥയോ, മറ്റുള്ള അവസ്ഥ എത്രമാത്രം ഡെവലപ്പായാലും ക്രിസ്ത്യാനിറ്റിയെ ശരിക്കും അതിൻ്റെ കോറായി പിടിച്ചു നിർത്തുന്നത് അവരുടെ വിശ്വാസം ശരിക്കും. അപ്പോൾ ഈ വിശ്വാസ ജീവിതത്തിൽ ഇവിടുത്തെ കേരള സമൂഹത്തിൽ, ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ടായ വീഴ്ചകൾ, അതാണ് നമ്മുടെ പ്രചാരണത്തിൻ്റെ മെയിൻ കാരണമുള്ളത്. നമ്മൾ മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും, യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം ക്രിസ്ത്യാനിറ്റി എടുത്ത് പഠിച്ചു, അവിടെ എല്ലാം തകർച്ചയ്ക്ക് കാരണം മറ്റൊന്നുമില്ല, മറ്റെല്ലാം ഉണ്ട്, പക്ഷെ തകർച്ചയ്ക്ക് കാരണം ഈ വിശ്വാസമില്ലായ്മയാണ് ശരിക്കും. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ മേഖലയിൽ വന്ന
അപജയങ്ങൾ അല്ലെങ്കിൽ വന്ന കടന്നാക്രമണങ്ങൾ അത് പറയുകയാണെങ്കിൽ പല രീതിയിലുള്ള പ്രത്യേക ശാസ്ത്രങ്ങളിലൂടെ, മോഡേണിസത്തിലൂടെ, മറ്റുള്ള പഠനങ്ങളിലൂടെ, സാഹിത്യങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ ഒക്കെ കടന്നു വന്ന ആ ആക്രമണം ഫലപ്രദമായി ചെറുക്കാൻ ക്രൈസ്തവ സഭയ്ക്ക് സാധിച്ചിട്ടില്ല. അതെല്ലാവരുടെയും കുറ്റമാണ്. നമ്മളാരെയും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ട് അതെല്ലാവരുടെയും കുറ്റമാണ്. ശരിക്കും അവിടെ ശരിക്കും സംഭവിച്ചാൽ നമ്മുടെ ചെറുപ്പക്കാരുടെ കുട്ടികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. കുടുംബബന്ധം മനസ്സിലാക്കണം. കേരളത്തിൽ പലപ്പോഴും പുറത്തു വരുന്നവരൊക്കെ പറഞ്ഞ കുടുംബബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആയിരുന്നു പറഞ്ഞു, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ. പക്ഷേ ഈ കുടുംബം തന്നെ ശിഥിലമായി പോയി. വലിയ വിഷയങ്ങളുണ്ടായി ശരിക്കും. അല്ലെങ്കിൽ ധാർമ്മികത നഷ്ടപ്പെട്ടു. ശരിക്കും എന്താ പറയുക, പരസ്പര ബഹുമാനം നഷ്ടപ്പെട്ടു, ഐക്യം നഷ്ടപ്പെട്ടു, സ്നേഹം നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരുപാട്. അപ്പം ഇതിനെല്ലാം റൂട്ട് പോകുന്നത് ശരിക്കും ഈ കർത്താവ് യേശു മിശിഹ പഠിപ്പിച്ച ആ ഒരു പഠനങ്ങൾ, ബൈബിൾ വചനങ്ങൾ, ഇവയിൽ നാം മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ആ പഠനങ്ങളിൽ നിന്ന് ക്രൈസ്തവ സമൂഹം അകന്നു പോയതാണ് ശരിക്കും. കാരണം അത് വലിയ നഷ്ടമായി ശരിക്കും. അതിലൂടെയാണ് ബാക്കിയുള്ള സംജാതമായത്. അതിലൂടെ ബാക്കിയുള്ള നാമമാത്രമായിട്ടുള്ള വിശ്വാസികളും ക്രിസ്ത്യാനികളും മാറി. അപ്പോൾ ആ സമൂഹത്തെ തകർക്കാൻ നമ്മൾ മനസ്സിലാക്കണം ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം ഉണ്ടായി ശരിക്കും. അപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ പെൺകുട്ടികൾ ശരിക്കും എന്നാ പറയുക വല്ലാതെ അപഹരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ വിശ്വാസം ഉപേക്ഷിച്ചു പോയി. ഇനി ഈ വിശ്വാസം ഉപേക്ഷിച്ചു പോയ ഈ കുട്ടികൾ പല രീതിയിലും എന്നാ പറയുക ക്രൂരമായി വേട്ടയാടപ്പെട്ടു, പല രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ ഇത്തരം ഫാക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ഫാക്റ്റാണ് ശരിക്കും. അതിന് കാരണം നമ്മൾ തന്നെയാണ് ശരിക്കും. നമുക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള ആ വിശ്വാസം കൊടുക്കാൻ സാധിച്ചില്ല. അത് കാരണം അവർ ഈസി പോലെ വളരെ നിസ്സാരമായിട്ട് തങ്ങളുടെ വിശ്വാസങ്ങളെ അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ പോയി. പക്ഷേ മനസ്സിലാക്കണം ജോർജി, അപ്പോൾ അങ്ങനെയുള്ള ഒരു സമുദായത്തിൻ്റെ തകർച്ച കണ്ടുകൊണ്ട് ആ സമുദായത്തെ ആക്രമിക്കുന്ന ചില എന്താ പറയുക ഈ തീവ്ര സ്വഭാവമുള്ള ശക്തികൾ ഉയർന്നു വന്നു. അപ്പോൾ അതിനെ ഒറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് കാര്യമായി എടുക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ നടപടി എടുക്കാനോ ഒന്നും ആരും തയ്യാറായില്ല. അത് ശരി ക്രിസ്ത്യാനികൾ എന്താ പറയുക അവർ മതവിദ്വേഷം പുലർത്തുകയാണെന്നും അവരൊരു തീവ്രമായി ചിന്തിക്കുകയാണെന്നുള്ള അത്തരം തെറ്റായ പ്രചരണം കൊണ്ട് അവിടെയാണ് ശരിക്ക് സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരെ അത്തരത്തിലുള്ള ഉണ്ടാകുന്ന. അതെ അവിടെ ജോർജ് പറഞ്ഞ പോലെ അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് തിരിച്ചറിവ് കിട്ടുന്നവർ ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഇത് നമ്മുടെ സമൂഹത്തിന് വളരെ അപകടകരമാണ്, ക്രൈസ്തവ സമൂഹത്തിന് വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുമെന്ന് പറയുമ്പോൾ അതിനെ തികച്ചും തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ മത ഐക്യം നിങ്ങൾ മതസ്പർദ്ധ വളർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള തെറ്റായ പ്രധാനം കൊണ്ട് അത് വലിയ അപകടമാണ് ശരിക്കും. അപ്പോൾ അത്തരം മേഖലകളിലാണ് ശരിക്ക് ഈ പുതുവർഷത്തിൽ ക്രൈസ്തവർ ചിന്തിക്കേണ്ടത്. ഇപ്പോഴും പറയുകയാണ് ക്രൈസ്തവർക്ക് ഇവിടെ ഒരു നല്ല കാര്യമായ റോളുണ്ട്, അവർക്കൊരു നല്ല സ്വാധീന ശക്തിയുണ്ട്. അവർക്ക് ഈ സമൂഹത്തിൽ, ഈ കേരള സമൂഹത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടടങ്കം തൃശ്ശൂർ അതെ അവർ ശക്തിയുണ്ട് ശരിക്കും. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ശരിക്കും. അപ്പം അവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരിക്കും അവരുടെ ഈ ഒരു നാളുകളിൽ ഞാൻ തുറന്നു പറയുകയാണ്, ഈ ഒരു നാൾ സോഷ്യൽ മീഡിയയിൽ അതുപോലെ ഈ മാധ്യമ രംഗത്ത് മറ്റു രംഗത്തുള്ള എല്ലാം ഉള്ള ക്രൈസ്തവരുടെ ആ ഒരു ഇടപെടൽ, പ്രത്യേകിച്ച് ഞാൻ പറയുക ചില ചാനലുകൾ, ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇവരുടെയൊക്കെ ഇടപെടലുകൾ വളരെ അസ്വസ്ഥപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് എടുക്കണം ശരിക്കും. തെറ്റുകളുണ്ട്, തിരുത്തണം. പക്ഷേ എങ്കിലും ആ അവസ്ഥ ക്രൈസ്തവർക്ക് കൊണ്ട് എന്തുകൊണ്ട് അവർ പറയുന്നത്, എന്താണ് അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കി പോസിറ്റീവായി എടുത്ത് ഈ ഒരു കേരളത്തിലെ ആ ഒരു ജനസമൂഹം മുന്നോട്ട് വന്ന് തയ്യാറാകണം. ഒപ്പം തന്നെ ക്രൈസ്തവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീഴ്ചകൾ മനസ്സിലാക്കി അവരെ തെറ്റിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് പഠിച്ച് അവരതിനെ തിരുത്തി മുന്നോട്ട് വരണം. ഓക്കെ, അത് കറക്റ്റാണ്. അപ്പോൾ ജോജി പറഞ്ഞ ഒരു സംഗ്രഹം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മളൊരു ക്രൈസ്തവ സമുദായത്തിന് നേരെ ആക്രമണത്തിന് തയ്യാറായി അല്ലെങ്കിൽ ഒരു അധിനിവേശ സ്വഭാവത്തോടെ തയ്യാറായി നിൽക്കുന്ന ശത്രുക്കളെ നമുക്ക് സാഹിത്യപരമായിട്ട് വിശേഷിപ്പിക്കാം. അവർ പുറമേ നിൽക്കുന്നുണ്ട്. പക്ഷേ ജോജി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അവരിൽ നിന്നുള്ള ഒരു ആക്രമണത്തെ തടുക്കുന്ന ക്രൈസ്തവരുടെ ഒരു പ്രതിരോധ കോട്ട അതിൽ ദുർബലപ്പെടുന്ന ഒരു അവസ്ഥ. ജോർജി ശരിക്കും ആ പ്രതിരോധ കോട്ട ഉയർത്തുന്നതിനുണ്ടാകുന്ന പരാജയമാണ് നമ്മുടെ പരാജയം. നമ്മൾ ആരെ കുറ്റപ്പെടുത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പരാജയം നമ്മൾ തിരിച്ചറിയണം ശരിക്കും. വിള്ളലിലൂടെ ഈ പറയുന്നത് പോലെ അറ്റാക്സ് വരും. അപ്പോൾ അരുൺ, ഇപ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ജോജി സൂചിപ്പിച്ചു. തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ വർഷം നേരിട്ട ചില പ്രതിസന്ധികൾ, 2-3 പ്രതിസന്ധികൾ കൂടി പറയേണ്ടിയിരിക്കുന്നു. ഒന്ന്, നമ്മുടെ ചില പാരമ്പര്യമായിട്ടുള്ള ക്രൈസ്തവരുടെ തന്നെ ചില സംഭാവനകളെ തമസ്കരിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം, ഈ പള്ളിക്കൂടം പോലുള്ള വാക്കുകളൊക്കെ ചിലർക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഈ ചെമ്പന്തൊട്ടിയിലൊക്കെ നടന്ന വിഷയം നമുക്കറിയാം. വിശുദ്ധ ഊറാറ ശൗചാലയത്തിൽ കാണപ്പെടുന്ന അവസ്ഥ, അതിന്റെ കുറ്റവാളികൾക്കെതിരെ ഒന്നും നടപടി സ്വീകരിക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല. ഒപ്പം ഈ പുറമേ നിന്നുള്ള ഗൂഢാലോചനയുടെ ഏറ്റവും വലിയൊരു തെളിവാണ് നമുക്ക് PFI ഇതുമായിട്ട് ബന്ധപ്പെട്ട് EDയുടെ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. പാലാ പോലുള്ള ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ ഇവർ എങ്ങനെയാണ് കടന്നുകയറ്റം നടത്തിയത്, ഇവരുടെ അജണ്ട എന്തൊക്കെയാണ് എന്ന രീതിയിലുള്ള കാര്യം. അപ്പോൾ ഈ പുറമേ നിന്നുള്ള ഒരു ശക്തികൾ
അവരുടെ തന്ത്രപരമായിട്ടുള്ള ഒരു അജണ്ട കൂടി നാം ചർച്ച ചെയ്യേണ്ടതല്ലേ? അതായത് നമ്മൾ പരിശുദ്ധ ബൈബിളിലും പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതായത് ഇസ്രായേൽ ജനമായിട്ട് നമുക്ക് കമ്പയർ നോക്കും. ഇസ്രായേൽ ജനത്തിന്റെ ഒരു പവർ എന്ന് പറയുന്നത് ജോജി സൂചിപ്പിച്ചതുപോലെ ദൈവവുമായിട്ടുള്ള ഒരു അനുസരണ, അല്ലെങ്കിൽ ദൈവത്തോട് അവർ പുലർത്തുന്ന വിശ്വസ്തത, അത് ശത്രുക്കൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു വിശ്വസ്തതയിൽ നിന്ന്, ആ ഒരു അനുസരണത്തിൽ നിന്നും അവർ വ്യതിചലിച്ചു കഴിയുമ്പോൾ ശത്രുക്കൾ അവരെ അറ്റാക്ക് ചെയ്യുന്നു. സമാനമായിട്ടുള്ള രീതിയിലുള്ള ചില അജണ്ടകൾ ഈ പുറമേ നിന്നുള്ള ചില അധിനിവേശ ശക്തികളും ക്രൈസ്തവ സമൂഹത്തിന് നേരെ അവർ ഉയർത്തുന്നില്ലേ? അതിൻ്റെയൊക്കെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു പ്രകടനമല്ല നമുക്ക് ക്രൈസ്തവ സമുദായത്തിനിടയിൽ കാണുന്ന ഇത്തരത്തിലുള്ള അനൈക്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ ഒരു വിഷയം പറയുന്നു, അതിന് വിപരീതമായി മറുകോണിൽ നിന്ന് വേറൊരാൾ അത് പറയുന്നു. അപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നു. ആ കൺഫ്യൂഷനിൽ നിന്ന് അധിനിവേശ ശക്തികൾ മുതലെടുക്കുന്നു. അപ്പോൾ ഇവരുടെ അജണ്ട കൃത്യമായും വ്യക്തമല്ലേ? സമുദായത്തെ തകർക്കുക എന്ന അവരുടെ ഒരു അജണ്ട. ജോജി ആദ്യം സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ തകർച്ചയുടെ ഒരു പ്രധാന കാരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷേ നമ്മുടെ തകർച്ചയുടെ ആക്കം കൂട്ടുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ പെർമിഷൻ ഇല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ ഈ കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവരുടെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയാൾ സംഖ്യയാണ് അല്ലെങ്കിൽ സംഖ്യയാണ്, നിങ്ങളെ സംഖ്യകൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ഇല്ലാ കഥകൾ പറയുന്നത്. ഇതാണ് ഒരു ആരോപണം. രണ്ടാമതൊരു ആരോപണം പറയുന്നത് നിങ്ങളുടെ തളർച്ച കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള ഒരു അസൂയ, ആ അസൂയയിൽ നിന്നാണ് നിങ്ങളിതെല്ലാം പറഞ്ഞു കൂട്ടുന്നത് എന്നാണ്. ആ രണ്ടാമത്തെ ആരോപണത്തോടുള്ള മറുപടി ഞാൻ ആദ്യം പറയാം. അതായത് ഇവിടെ 3 മതവിഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ഒരു തളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മുൻപിൽ നിൽക്കുന്നവരോടാണ്, അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്ന സമുദായത്തോടാണ് ഈ പറഞ്ഞ പോലെ അസൂയ ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇവരെല്ലാവരും പറയുന്നത് ക്രൈസ്തവരോടൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു സമുദായത്തോടാണ് ക്രൈസ്തവർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾ അസ്വസ്ഥരാകുന്നത് എന്നാണ് ആരോപണം. പക്ഷേ ഇവിടെ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ക്രൈസ്തവർ ഏതെങ്കിലും ഒരു സമുദായത്തെക്കുറിച്ച് അവർ ആശങ്ക ഇന്നേ വരെ അവർ ഉന്നയിച്ചിട്ടില്ല. അവർ ഓരോ വിഷയങ്ങൾ സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ വിഷയം സ്പെസിഫിക് ആണ്. ഹലാലാണോ ഹലാലിനെ കുറിച്ച് സ്പെസിഫിക് ആണ്, വഖഫാണോ വഖഫാണ്, ആ വിഷയമാണ്. അല്ലാതെ അതൊരു മുസ്ലിം സമുദായമാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായമാണോ എന്നല്ല അവർ നോക്കി പറയുന്നത്. 80-20 ആണോ, അതൊരു വിഷയമാണ്. ആ വിഷയത്തിലാണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ജോർജ് നേരത്തെ സൂചിപ്പിച്ച നിരയായിട്ട് പറഞ്ഞിട്ടുള്ള ആറ്റുകാലച്ഛൻ്റെ മുതൽ ഓരോ സംഭവങ്ങളിലും ആ സംഭവത്തെയാണ് ക്രൈസ്തവർ അഡ്രസ് ചെയ്തത്. ഈ തീവ്ര ഹിന്ദുത്വ ശക്തികളിൽ നിന്നുള്ള ആ ഒരു അവഹേളനം ക്രൈസ്തവർ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യും. അതെ, ഏത് തന്നെയാണെങ്കിലും നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഒരു വിഷയത്തെയാണ്. നമ്മളായിക്കോട്ടെ, ഇവർ തീവ്ര ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നവരായിക്കോട്ടെ, അവരെല്ലാവരും പറയുന്നത് ഒരു വിഷയത്തെയാണ്. പക്ഷേ ആ ഒരു വിഷയത്തെ ഒരിക്കലും വിഷയമായിട്ട് അഡ്രസ് ചെയ്യാൻ ഒരു കൂട്ടർ തയ്യാറാകുന്നില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇവിടെ PFI കാണിച്ച പല ചതിപ്രയോഗങ്ങളുണ്ട്, പല പണികളുണ്ട്. പക്ഷേ ഈ പണികളെക്കുറിച്ച് പോലും ഒരു 4-5 വർഷം മുമ്പ് ഇവിടെ ക്രൈസ്തവർ പറഞ്ഞിരുന്നപ്പോൾ അത് അപ്പോഴും പറഞ്ഞിരുന്നത് എന്താണ്? ഇതൊരു സമുദായത്തെ മൊത്തത്തിലാണ് പറയുന്നത്. കൃത്യമാണ് അവരുടെ അജണ്ട. ഇവിടെ ക്രൈസ്തവരെ തകർക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നു. ആ ശ്രമിക്കുന്നവർക്ക് കുട പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ശ്രമിക്കുന്നവരെ മറച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ഗൂഢശ്രമം ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ചില സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നാകട്ടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പച്ച പരമാർത്ഥാണ്, പരസ്യമായ സത്യമാണ്. അതിനെക്കുറിച്ച് ക്രൈസ്തവർക്ക് ഇപ്പോൾ കൃത്യമായ ബോധ്യം ലഭിച്ചു. ഇതാണ് ഇപ്പോൾ ചിലരെ അസ്വസ്ഥരാക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നാർക്കോട്ടിക്സ് ആകട്ടെ, പാലാപിതാവ് പറഞ്ഞപ്പോഴാണല്ലോ ഇവിടെ ആ വിഷയം ഇത്രയധികം കത്തിക്കയറിയത്. അന്ന് കൃത്യമായിട്ട് പിതാവ് പറഞ്ഞ ആ വാക്കുകൾ അത് ഒരു സമുദായത്തെ മൊത്തം അസ്വസ്ഥരാക്കുന്ന രീതിയിൽ ഇവിടെ ഉപയോഗിച്ചവരാരാണ്? നാർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും യുവാക്കൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശൃംഖലയെക്കുറിച്ച് പറയുമ്പോൾ അത് എന്തിനാണ് ഒരു സമുദായത്തെ മുഴുവനായിട്ട് ബാധിച്ചതാണെന്ന് പറഞ്ഞ് അവർ അസ്വസ്ഥരാകുന്നത്? പലപ്പോഴും നമ്മൾ ക്രൈസ്തവ പെൺകുട്ടികൾ ഈ കെണിയിൽ വീഴുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾക്ക് നോക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എങ്കിൽ നിങ്ങളുടെ ആൺകുട്ടികളെ നിങ്ങൾ നോക്കാത്തതിൻ്റെ കുഴപ്പം തന്നെയാണല്ലോ ഈ പെൺകുട്ടികളും കൂടി അതിൽ വന്നു വീഴുന്നത്. ഈ പെൺകുട്ടികളെ നിങ്ങൾ നോക്കുന്നുണ്ട്, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളുടെ ആൺകുട്ടികൾ ഇത്രയും കെണികളിൽ വന്നിട്ടുണ്ട്? അപ്പോൾ എവിടെയാണ് ആദ്യത്തെ തെറ്റ് പറ്റിയിരിക്കുന്നത്? അത് പരിശോധിക്കണ്ടേ? ആ പരിശോധിച്ചിട്ട് അത് തിരുത്തണ്ടേ? ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ഹലാൽ, ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, മുസ്ലിം ഭൂരിപക്ഷത്തിൽപ്പെട്ടവർ ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും പല ഹോട്ടലുകളിലും കയറുമ്പോൾ അവരുടെ ഒരു ആതിഥ്യ മര്യാദ കാണുമ്പോൾ പലപ്പോഴും ക്രൈസ്തവർ തന്നെ, ഒരുപാട് ക്രൈസ്തവർ അല്ലെങ്കിൽ ഹൈന്ദവരൊക്കെ അവരുടെ ഭക്ഷണശാലയിൽ ചെല്ലാറുണ്ട്. ഇതാണ് ആരോഗ്യകരമായ ചില ബിസിനസ് തന്ത്രങ്ങൾ. പക്ഷെ അതിനെ ഹലാൽ കൊണ്ട് ഇവർ ചെയ്തു വെച്ച കാര്യങ്ങൾ, അതും ഒരു സമുദായത്തെ മൊത്തമല്ല പറയുന്നത്, ഹലാലുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, PFI അടക്കമുള്ളവർ, അവരെന്ത് ചെയ്തു? അവർ മറ്റുള്ളവരുടെ ബിസിനസ് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത് ചെയ്തു. അവിടെയാണ് ഇതിൻ്റെ അപകടം വരുന്നത്. അവിടെയാണ് മറ്റു മതസ്ഥർക്ക്
ചില സംശയങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അവരിങ്ങനെ പ്രതികരിച്ചു തുടങ്ങിയത്. അതല്ല, അവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു, ഇവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു, ഇവർ നന്നായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് വളർച്ചയുണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് കണ്ട് മറ്റുള്ളവർ കണ്ട് പഠിക്കണം. പക്ഷേ ഇത് തകർക്കൽ തന്ത്രങ്ങളായിട്ട് മാറിയപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സമുദായത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. ഇത് അംഗീകരിക്കാൻ ഇവിടെ ആര് തയ്യാറാകുന്നു, അപ്പോഴേ ഇവിടുത്തെ പ്രതിസന്ധികൾക്ക് സൊല്യൂഷൻ വരികയുള്ളൂ. ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരു സമുദായം, ആ സമുദായത്തിലെ ഓരോ അംഗങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അവർ നിലവിളിക്കുന്നു, ആ നിലവിളി അവരുടെ സമൂഹത്തിലുള്ളവർ കേൾക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അയൽപക്കക്കാർ കേൾക്കുന്നു, അവർ കാര്യം തിരക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഇന്നതാണ് സംഭവിച്ചത്. പല പ്രണയക്കിണികളും ആ സമൂഹങ്ങളിൽ, ആ നാട്ടിലെ അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഈ പ്രണയക്കിണിയുടെ ഉള്ളിൽ സംഭവിച്ചത്. ഓരോ സ്റ്റെപ്പും അവർക്കറിയാം. ഈ കെണിയിൽപ്പെട്ടവരെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ ഇത് ജനത്തോട് പറയുമ്പോൾ ഈ ജനത്തിന് ബോധം വെക്കില്ലേ? അവരോട് മറ്റു കാര്യം ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കൂ. നാർക്കോട്ടിക് ആണെങ്കിലും ഇത് തന്നെ, ഹലാലാണെങ്കിലും ഇത് തന്നെ. ഇതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പ്രകടമാണ്, ഒരു വിധത്തിലുള്ള തീവ്ര ചിന്തയില്ലാത്ത ക്രൈസ്തവർ സമൂഹം പോലും ഈ വഖഫ് വിഷയത്തിൽ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്, ഇവിടെ ഇവരെടുക്കുന്ന നിലപാട് എന്താണ്, പിന്നീട് ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇവരുടെ ലക്ഷ്യം, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി. ഇത് സംഘികളല്ല ഇത് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇത് ചിലവരുടെ പ്രവൃത്തികളിലൂടെ കൃത്യമായിട്ട് ക്രൈസ്തവർക്ക് മനസ്സിലാവുന്നതാണ്. അതിന് സംഘികളെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. ക്രൈസ്തവ സമുദായം ആത്മപരിശോധന ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ജോജി പറഞ്ഞതുപോലെ, ക്രൈസ്തവ സമുദായം ആത്മശോധന ചെയ്യേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് ഇതേപോലെ തന്നെ മറ്റു സമുദായങ്ങളും തങ്ങൾ ആത്മശോധന ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട്. അവർ നിശബ്ദത കൈവിടേണ്ട ചില നിമിഷങ്ങളുണ്ട്. ഞങ്ങളിലെ തീവ്ര സ്വഭാവക്കാരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നിശബ്ദരായിരിക്കാൻ കഴിയില്ല. നിശബ്ദരായിരുന്നാൽ അവരും ആ തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് തന്നെ മറ്റു സമുദായക്കാർ ചിന്തിക്കൂ. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് കൂടി നാം ചർച്ച ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ്. അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ രൂപപ്പെട്ടു വരുന്ന ഒരു ക്രൈസ്തവ ഹൈന്ദവ ഐക്യത്തെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിൻ്റെ അനവധി ഉദാഹരണങ്ങൾ ഈ 2024 കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനും ഹൈന്ദവ സമുദായത്തിനും നൽകിയിട്ടുണ്ട്. അതായത് ക്രൈസ്തവ ഹൈന്ദവ ഏകീകരണം ഇവിടെ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണനം ഇവിടെ നടക്കുകയില്ല. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ചിലരുടെ ഉടായ്പകൾ ഇവിടെ നടക്കുകയില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ രൂപപ്പെട്ടു വരുന്ന ഒരു ക്രൈസ്തവ ഹൈന്ദവ ഐക്യത്തെ ഏത് വിധേനയും തകർക്കുവാനുള്ള പല ശ്രമങ്ങളും പല കോണുകളിൽ നിന്നും ഈ കഴിഞ്ഞ വർഷം രൂപപ്പെട്ടു വന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ആശങ്കകൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഉണ്ടായ ചില പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ഈ ആറ്റുചാലിൽ അച്ഛൻ്റെ കാര്യമായിക്കോട്ടെ, നിസ്കാര സമര വിവാദമായിക്കോട്ടെ, കേരള സ്റ്റോറി ആയിക്കോട്ടെ, മുൻപത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ചില വിജയങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സമുദായ സംഘടനകൾ ഒറ്റക്കെട്ടായി, എതിർപ്പുകൾ ഉണ്ടായിരുന്നു, ഒറ്റക്കെട്ടായി നിന്ന് നടത്തിയ പ്രതികരണങ്ങൾ, അൽമാരുടെ ഭാഗത്ത് നടത്തിയ പ്രതികരണങ്ങൾ, അഭിയുന്ന പിതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം, നമുക്കറിയാം നിസ്കാര സമര വിവാദം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ അവിടുത്തെ മൂവാറ്റുപുഴ ജമാഅത്ത് കമ്മിറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ അതിന് നേരെ കണ്ണടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ നടക്കില്ലായിരുന്നു. ഒപ്പം തന്നെ പൂഞ്ഞാറിൽ ഉണ്ടായ സംഭവം, ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്ന്, സമുദായ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. മുഖ്യമന്ത്രി പോലും പറയുകയുണ്ട്, മുഖ്യമന്ത്രിയുടെ പോലും ഒരു പ്രതികരണം വരികയുണ്ടായി. അവിടെ സംഭവിച്ചത്, ആ കുട്ടികൾ കാണിച്ചത് ഒരു മോശമായ പരിപാടിയാണ് എന്ന് മുഖ്യമന്ത്രി പോലും പറയുന്ന ഒരു കാര്യം. കേരള സ്റ്റോറി വിഷയം, അവിടെയും ക്രൈസ്തവ സമുദായം ഒറ്റക്കെട്ടായിട്ട് നിന്നു. ആ ഒരു സിനിമ ഉയർത്തുന്ന ആ ഒരു പ്രമേയം, അതിൻ്റെ ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യത, അത് കൃത്യമായും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അവിടെ ഒരു മാപ്പ് പറച്ചിലോ ഒന്നും അവിടെ സമുദായ നേതൃത്വം ആരും നടത്തിയില്ല. അപ്പോൾ ചില വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നടത്തിയ പ്രതികരണങ്ങൾ, ചങ്കുറപ്പോടെ നടത്തിയ ഇടപെടൽ, അത് ആ വിഷയത്തിന്റെ ഗതി തന്നെ, ആ സംഭവത്തിന്റെ ഗതി തന്നെ ക്രൈസ്തവർക്ക് അനുകൂലമായി മാറ്റുന്നതിൽ ഒരു പരിധിവരെ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് വിജയിക്കാൻ സാധിച്ചു. ഇപ്പൊ ഈ മുനമ്പം വിഷയം ഇത്ര ലൈവായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം അവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് എത്ര എതിർപ്പുകൾ ഉണ്ടായിക്കോട്ടെ, ഇപ്പോൾ 75 ദിവസത്തോളം പിന്നിട്ടു മുനമ്പത്ത് നടക്കുന്ന നിരാഹാര സമരം ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലേക്ക്. അപ്പോൾ വിഷയത്തിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങളിൽ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈ നാട്ടിലെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടികൾ നടത്തി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായും വിജയം ലഭിക്കും എന്നതിന്റെ വ്യക്തമായ ചില സൂചനകളും 2024 നമുക്ക് നൽകുന്നു.
നിൽക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ചില വിജയങ്ങളും ചില നല്ല സൂചനകളും 2024 നൽകുന്നുണ്ട്. 2024 ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഈ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ അനവധി അവഹേളനങ്ങൾ, പ്രതിസന്ധികൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ അതിനോട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും മാധ്യമങ്ങളും പുലർത്തിയ ഒരു നിസ്സംഗത മനോഭാവം, അതിനെപ്പറ്റിയും ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാമിലെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ തുറന്ന് കാട്ടുകയുണ്ടായി. ഈ പ്രോഗ്രാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളോടും മാധ്യമങ്ങളോടും ഇതാണ് പറയാനുള്ളത്. ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ, ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുമ്പോൾ അതിനെ വർഗീയവൽക്കരിക്കുന്ന അതിനീചമായിട്ടുള്ള ചിലരുടെ നിലപാട്, അത് തീർച്ചയായും അവസാനിപ്പിച്ചേ മതിയാവും. ക്രൈസ്തവർ പഴയ പോലെയല്ല ചിന്തിക്കുന്നത് എന്ന വ്യക്തമായിട്ടുള്ള ധാരണ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഉണ്ടാകട്ടെ. ക്രൈസ്തവർ ചിലരുടെ ഒരു വോട്ട് ബാങ്ക്, ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് എന്ന മിഥ്യാധാരണ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആദ്യമേ അങ്ങ് മാറ്റിവെക്കുക. നിങ്ങൾ പറയുന്നതാണ് വേദവാക്യം, അത് വേദവാക്യമായി ക്രൈസ്തവ സമുദായം എടുക്കും എന്ന ആ ഒരു ധാരണ കൂടി നിങ്ങൾ മടക്കി പോക്കറ്റിൽ വെക്കുക. ചിന്താശേഷിയുള്ള, പ്രതികരിക്കാൻ നട്ടലുള്ള ഒരു ക്രൈസ്തവ സമുദായം, ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അത് ആദ്യമേ നിങ്ങൾ തിരിച്ചറിയുക. തീർച്ചയായും 2025 കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കാലെടുത്ത് വെക്കുമ്പോൾ വളരെ ജാഗ്രതയോടെ, വിവേകത്തോടെ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ നോക്കിക്കാണുവാനും അതിനോട് കൃത്യമായി പ്രതികരിക്കുവാനും ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിനും സമുദായ നേതൃത്വങ്ങൾക്കും സാധിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.